ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്തിൻ്റെ മെസ്സേജ് വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാൻ കാര്യം 20 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്. ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണം, ഒന്ന് മീറ്റപ്പ് വേണം. എൻ്റെ ഫാമിലി, എൻ്റെ വർക്ക്, എല്ലാ പ്രശ്നവും കൂടെ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നുണ്ട്, എന്നെക്കൊണ്ട് താങ്ങുന്നില്ല, എനിക്കിതിൽ നിന്ന് റിലീഫ് വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു മീ ടൈം വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആദ്യം പെട്ടെന്ന് ഞാനൊന്ന് ഷോക്ക്ഡായി. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു മെസ്സേജ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, രണ്ടാമത് ആ വ്യക്തി കടന്നു പോകുന്ന ആ സാഹചര്യം, ഈ രണ്ട് കാര്യങ്ങൾ എന്നെ വല്ലാണ്ടൊന്ന് ബാധിച്ചിരുന്നു. അന്നേരം ഞാൻ ആ മെസ്സേജിന് ഒരു മറുപടിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് മീറ്റപ്പ് ഉണ്ടാക്കാം, ഞാൻ മറ്റു സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അതിൻ്റെ ഇനിഷ്യേറ്റീവ് ഞാൻ എടുത്തോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ മെസ്സേജ് ക്ലോസ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഞാൻ ആലോചിച്ചു, എത്രയോ ആൾക്കാരായിരിക്കും ഇതുപോലെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുക, ഞാൻ ഉൾപ്പെടെ. എനിക്കും ഇതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത്, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ തോന്നി കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതൊരു നല്ല കാര്യമാണ്, നല്ലൊരു മാർഗ്ഗമാണ്. നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുക, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ആരെങ്കിലും നമുക്ക് ഏതേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ വർക്ക് പ്രഷറിൽ നിന്നും നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് ഒരു ചെറിയൊരു സെൽഫ് റിലീഫ് എന്നുള്ള രീതിയിൽ ഇത്തരം മീറ്റപ്പ് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. മറ്റൊന്നും വേണമെന്നില്ല, നമ്മളുടെ മനസ്സിലുള്ള സ്ട്രെസ്സ് എവിടെയെങ്കിലും ഒന്ന് പറയാനോ, ഒന്ന് മനസ്സിൽ ഇപ്പം പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് മനസ്സിൽ മറന്നു വെച്ചിട്ട് നമ്മൾക്കൊരു റിഫ്രഷ്മെൻറ്റ് ടൈമെന്ന് ഞാൻ പറയാം. ആ റിഫ്രഷിന് വേണ്ടിയിട്ട് ആ മീറ്റപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു പരിധി വരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മൾ തടയാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയും തടയാൻ കഴിയും. അങ്ങനൊരു മെസ്സേജ് കണ്ടിട്ടും അതിന് വേണ്ട പരിഗണന കൊടുക്കാതെ ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ ഒരു ദുരന്ത വാർത്തയിലൂടെ ആ സുഹൃത്തിൻ്റെ ജീവിതകഥ എനിക്ക് അറിയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നെ ആയിരിക്കും. അത് എൻ്റെ ജീവിതം ഉടനീളമായിട്ടുള്ളൊരു കുറ്റബോധത്തിലേക്ക് തന്നെ വഴിവെക്കുകയും ചെയ്യും. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനൊരു സിറ്റുവേഷൻ, അങ്ങനൊരു സ്ട്രെസ് ലൈഫിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക്, ഒരു സാന്ത്വനം, ഒരു സാമീപ്യം അവർക്ക് ഗുണം ചെയ്യുമെങ്കിൽ, അവരെ സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ജീവിതത്തിൽ മാത്രമേ നമുക്ക് മാനസികമായിട്ടുള്ള അടുപ്പങ്ങളും ബന്ധങ്ങളും നിലനിർത്താൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മളുടെ മരണശേഷം എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മളുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും അർത്ഥം ഒരാൾക്ക് ഒരു പുനർജന്മം കിട്ടുകയോ അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടുകയോ ഒരു ആശ്വാസം കിട്ടുകയോ ചെയ്തെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്.